മാനികളെ, ഉറൂസ് എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. അത് പണ്ട് കാലങ്ങളിലൊക്കെയും ബഹുമാനപ്പെട്ട മഹാനായ അൽ ആരിഫുസ് സമദാനി വൽ ഖുതുബുർ റബ്ബാനി അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങൾ തൻ്റെ ലതായിഫുൽ മിനനിൽ പറഞ്ഞതുപോലെ, എല്ലാം മൂപ്പർ വിവരിച്ചതുപോലെ, അത് പണ്ട് ഈ ഉറൂസുകൾക്കെല്ലാം പേര് മൗലിദുകൾ എന്നാണ് പറയുന്നത്. വലുതായിരിക്കുന്ന കുതുബീങ്ങൾക്കും ഔലിയാക്കന്മാർക്കൊക്കെയും ഉറൂസുകൾ പണ്ട് നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും വലുതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഉറൂസാണ് മിസ്റിൽ വെച്ചിട്ട് തന്ത എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അകത്ത് അവിടെ മറവട്ട് കിടക്കുന്ന ഖുതുബുൽ അഖ്താബ് താജുൽ ഔലിയ അസ്സയ്യിദ് അഹ്മദ് അൽ ബദവി റളിയല്ലാഹുവിൻ്റെ ഉറൂസ്. സുബ്ഹാനല്ലാഹ്, ലോകത്തിൽ നടക്കുന്ന ഉറൂസുകളിൽ വെച്ചിട്ട് മദീനം കഴിച്ചെങ്കിൽ വലിയ നടക്കുന്ന ഉറൂസിൽ വെച്ചിട്ട് ഏറ്റവും വലുതായിരിക്കുന്ന ഉറൂസാണ് മിസ്റിൻ്റെ ഉറൂസ്. അതിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ ഹയാത്തുള്ള ഔലിയാക്കന്മാരും വഫാത്തായ ഔലിയാക്കന്മാരുടെ അർവാഹുകളും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ അർവാഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന വലിയതായിരിക്കുന്ന ഒരു മജ്ലിസാണെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ, ഇമാമിങ്ങൾ അവരെ സംബന്ധിച്ച്, ഉറൂസിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം കിതാബുകൾ അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഹിജറൻ്റെ 675 മൂപ്പർ വഫാത്തായത്. ഏതാ നൂറ്റാണ്ടുകാരനാണ്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം വിഷയം തുടങ്ങിയാൽ മണിക്കൂറോളം സംസാരിച്ചാൽ തീരാത്ത വിഷയങ്ങളാണ്. അതൊന്നും ഞാൻ ആ ഭാഗത്തിൽ കടക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉറൂസ് മഖാമ് കെട്ടുക, ഉറൂസ് നടത്തുക എന്ന് പറഞ്ഞെങ്കിൽ അത് ഔലിയാക്കന്മാരെ കൊണ്ട് ഖാസാണ്. എന്നല്ലാതെ നമ്മൾ ഒരാൾ ഇവിടുത്തതായിരിക്കുന്ന വലിയൊരു മുതലാളി, ഒരു പണക്കാരന്, അവന് മരിച്ചുപോയി, അവൻ്റെ മക്കളെല്ലാം കൂടിയിട്ട് അവനൊരു ഖബർ കെട്ടിയിട്ട് ഒരു പരിപാടി നടത്തുകയാണെങ്കിലോ ഇത് ഉറൂസ് എന്ന് പേർ വെച്ചിട്ട് അത് വലിയതായിരിക്കുന്ന ദീനിനെ വലിയ എളുപ്പപ്പെടുത്തൽ, നിസ്സാരപ്പെടുത്തലാണ്. അവനിക്കുള്ളതായിരിക്കുന്ന പണത്തിൻ്റെ കൊണ്ട് എന്നും ചെയ്യാം. ഈ ഖബർ കെട്ടുക എന്നുള്ളത് മൗഖൂഫായ സ്ഥലത്തിൻ്റെ അകത്ത്, വഖഫിൻ്റെ സ്ഥലത്തിൻ്റെ അകത്ത് ഏതൊരു ഖബറും അത് ഖബറടക്കിയിട്ട് അതിലേക്ക് മീസാൻ കല്ല് വെച്ചിട്ട് മണ്ണിലും അതിൻ്റെ മുകളിൽ ഒരു ചാണ്ട് കതിർ ഉയർത്തിയിട്ട് അങ്ങനെ ആക്കിയിട്ട് കെട്ടുക എന്നല്ലാണ്ട് അതിൻ്റെ ഒരു ചുറ്റുകെട്ടൽ കൂടി പാടില്ല എന്നുള്ളതാണ് മൗഖൂഫായ സ്ഥലത്തിൻ്റെ അകത്ത്. അതുപോലെ തന്നെ മുസബ്ബലായ സ്ഥലം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ജനങ്ങളെല്ലാം പണ്ട് കാലം മുതൽ തന്നെ ദഫൻ ചെയ്തുകൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഖബർ കെട്ടാൻ പാടില്ല. എത്ര പേര് പൈസക്കാരൻ്റെതായെങ്കിലും ആരുതായെങ്കിലും അത് ഇസ്ലാം അനുവദിക്കുന്നത് വലിയ നിഷിദ്ധമാണ്. അത് മാത്രമല്ല സ്വന്തം സ്ഥലത്തിൽ തന്നെ അത് നിഷിദ്ധമാണ്. അല്ലാതെ മൗഖൂഫായ സ്ഥലത്തിലാണെങ്കിലോ മക്ബറയിൽ ഓരോരുത്തവൻ്റെ ഉഷാർ പോലെയല്ലേ, ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ വലിയ ആൾക്കാരുണ്ടാവും. അവനൊരു ഖബർ കെട്ടുകയാണെങ്കിലോ അത് തനിച്ച ഹറാമാണ്. അതിനെ പൊളിക്കണമെന്നാണ് ഇസ്ലാമിൽ ശരീഅത്ത് പറയുന്നത്. അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ പൊളിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടിയിട്ട് അതിനെ എടുത്തു കളയണം. കാരണം ഒരുത്തന് ഉള്ളതല്ല അത്. നാളെ ഇത് വിരുമ്പി പോവുകയാണെങ്കിൽ അതിലടി പിന്നെ ഒരാളടക്കണം. എല്ലാവർക്കും ഉള്ളതാണ്, സാർവജനിക്കാണ്. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലത്തെ അവകാശമുള്ള സ്ഥലമാണ് ഈ മൗഖൂഫായ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു ഖബർ കെട്ടാൻ പാടില്ല. അതല്ലാതെ ഒരു സ്വന്തം സ്ഥലത്തിലാണ് ഓൻ കെട്ടുന്നത്. ഓൻ്റെ ആരതുമല്ല, വഖഫുമല്ല, മുസബ്ബല ഭൂമി അല്ലാത്തെങ്കിലോ അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. അതിലേക്ക് പിന്നെ ആരും സിയാറത്ത് ചെയ്യാനോ വിളിക്കാൻ ആരും പോകില്ല. കാരണം അത് ജനങ്ങൾ അവനെ സംബന്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. ഓൻ കെട്ടിയിട്ട് ഓൻ്റെ പൈസൻ്റെ ബുക്കിൽ കെട്ടി എന്നല്ലാണ്ട്. ഇന്ന് അതുപോലെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ താജ്മഹൽ അവിടെ ആഗ്രഹത്തിൻ്റെ അകത്തെല്ലാം പോയിട്ടുണ്ടാവും. അതിങ്ങനെ അതിശയം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലാണ്ട് മുംതാസിൻ്റെ സിയാറത്തിന് ആര് പോകുന്നു? ഷാജഹാൻ കെട്ടിച്ചതായിരിക്കുന്ന കട്ടടം, അതിന് കട്ടടത്തിൻ്റെ ഷോപ്പും സ്റ്റൈലും കാണാൻ വേണ്ടി പോകുന്നതല്ലാണ്ട് അവിടെ സിയാറത്തിന് ആര് പോകുന്നു? അത് അങ്ങനത്തെ ഒരു പഞ്ചാരികയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചില ആൾക്കാർക്ക് അതിപ്പോൾ ഒരു ഹോബിയായിട്ടുണ്ട്. കുട്ടിയോടത്ത് കണ്ടടുത്തെല്ലാം മക്കാമ്പ് കെട്ടിയിട്ട് അവിടെ എന്തെങ്കിലും വരുമാനം ഇല്ലെങ്കിൽ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉറൂസാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ എല്ലാം ചില സ്ഥലങ്ങളിൽ നടക്കുന്നത്. കാരണം അവർക്ക് പിന്നെ കേൾക്കുന്നവരില്ല. സ്വന്തം കാര്യം ചിന്താബാധനല്ലേ. ഭരണത്തിൻ്റെ തൊട്ടും പേടിക്കേണ്ടിയില്ല. ഭരണമെല്ലാം നമുക്ക് അവർക്ക് സപ്പോർട്ടാണ് ആജാതി ജനങ്ങൾക്ക്. അപ്പോൾ പിന്നെ ആ വിഷയത്തിൽ പേടിക്കേണ്ടിയില്ല. പിന്നെ അതിന് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമത്തിൽ ഇതാക്കുന്ന നടപ്പിൽ വരുത്തുന്ന കൂടെ ഭരണമില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവനക്ക് ഇഷ്ടം പോലെ നടക്കുക എന്നുള്ള ഒരു തത്വത്തിലാണ് ഉള്ളത്. അള്ളാഹ് കാത്തു സലാമത്തിലാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരാകുന്ന ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രത്യേകമായ കാവൽ കൊണ്ട് അവരെ കാത്തിട്ടുണ്ട്. അവരെ ഹയാത്തിനും അവരെ വഫാത്തിൻ്റെ ശേഷവും.
അവർ വഫാത്ത് എന്ന് പറഞ്ഞാൽ അവർ ഹയാത്തിനും അവർ ഹയാത്താണ്, വഫാത്തിൻ്റെ ശേഷവും അവർ ഹയാത്താണ്. അത് പ്രത്യേകമായ ബർസഖിയായ ഹയാത്താണ് അമ്പിയാക്കളും ഔലിയാക്കളും എന്ന് പറയുന്നത്. ശുഹദാക്കൾ, സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം മണിക്കൂർ കണക്കിൽ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട വിഷയമല്ല. ബഹുമാനപ്പെട്ട മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തൻ്റെ ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്ന തൻ്റെ സ്വന്തം കിതാബാണ്. അതിൽ പറയുന്നു, ഇൻകാനൽ അംബിയാവു മഅ്സൂമൻ കാനൽ ഔലിയാവു മഹ്ഫൂള. അമ്പിയാക്കളൊക്കെ അത് മഅ്സൂമീങ്ങളെങ്കിൽ ഔലിയാക്കന്മാർ മഹ്ഫൂളീങ്ങളാണ്. അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ മഅ്സൂമീങ്ങളാക്കിയിട്ടുണ്ട്. തെറ്റും കുറ്റം അവരെ വെക്കുന്ന ഉണ്ടാവുകയില്ല. നുബൂവത്തിന് മുന്നേ ഉണ്ടാവുകയില്ല, പിന്നെയും ഉണ്ടാവുകയില്ല. അവർക്കുള്ളതായിരിക്കുന്ന ഹയാത്ത് കാലത്ത് ഒരു കറാത്തോ ഒരു ഖിലാഫുള്ള ഒരു ഉണ്ടാത്ത ഒരു തെറ്റിനെ കരുതാത്ത കൂട്ടരാണ് ശുദ്ധന്മാരായ ആൾക്കാർ. അള്ളാഹു അവരെ ഇസ്മത്ത് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്ത പോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവർ ഭദ്രമാക്കിയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഔലിയാക്കണമെങ്കിലോ അവർ മഹ്ഫൂലീങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് തെറ്റ് വരൂല നല്ല വന്നുപോയെങ്കിലും അതിന് അള്ളാഹു ഹിഫ്ള് ചെയ്യുന്നു. അവർക്ക് തൗബ ചെയ്യാൻ വേണ്ടി തോന്നിപ്പിക്കുന്നു. അവർ തൗബ ചെയ്ത് മടങ്ങി നന്നാകുന്നു. അതുപോലെ തന്നെ ചെറുദോഷത്തിൻ്റെ അകത്ത് അവർ ദായ്മയായിട്ടുണ്ടെങ്കിൽ അതിനെ തൊട്ട് അവർ നിലകൃതിയാവാതെ അതിനെ തൊട്ട് അവർ ഒഴിഞ്ഞു മാറുന്നു. ഈ നിരക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഈമാനും തഖ്വയും ഉള്ളതോടുകൂടി അള്ളാഹു പ്രത്യേകമായ കാവൽ കൊണ്ട് അവരെ കാവലാക്കും. ഈ കാവൽ ഇത് ഹയാത്ത് കാലത്തുമല്ല. ഇതെല്ലാം ഇത് വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. ചെറിയൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല. വേദൻ്റെ ഉസ്താദ് വന്നോ? വരട്ടെ ഇരിക്കട്ടെ, ഇരുന്നോളി ഉസ്താദ്. നിങ്ങൾക്ക് തന്നെ എൻ്റെ സമയമല്ല, ഞാനൊക്കെ പോലെ പറഞ്ഞോളൂ. അങ്ങനെ ഉസ്താദ് വന്നു പോയി. ഇനിയിപ്പോൾ നല്ല പാങ്ങരത്ത് നല്ല സാരവത്തായ പോയാലെല്ലാം മൂപ്പർ പറയും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ നല്ല ഗൗരവമായിട്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എനിക്ക് തുടക്കത്തിൽ പറയുന്നതോടെല്ലാം വേണ്ടി പോലെ പറഞ്ഞോട്ടെ. നല്ല റായത്തിൻ്റെ വയലുസെല്ലാം പറയുക. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല ഹയാത്ത് കാലത്തിൻ്റെ അകത്ത് അവരെ ഹിഫ്ള് ചെയ്യുന്നു. അവർ തെറ്റ് വന്നാലും അവരെ വെക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുന്നു. തെറ്റ് വരൂല എന്ന് പറയാൻ അമ്പിയാക്കന്മാരെ പോലെയല്ല ഔലിയാക്കന്മാർ. തെറ്റ് വരാം, സാധ്യതയുണ്ട്. തെറ്റ് വന്നുപോയി എന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങി നന്നാവാൻ വേണ്ടി തോന്നിപ്പിച്ചു കൊടുക്കും. ഒരു 300,000 സംഭവങ്ങളുണ്ട്. അതല്ല ഇത് ഈ ചെറിയൊരു ഇടുങ്ങിയ സമയത്തിൻ്റെ അകത്ത് അത് പറഞ്ഞാൽ ഇടയ്ക്കത് ഒരു കടകൂടിയാവൽ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ മുറബ്ബിയായി ധരിക്കുന്ന ഷെയ്ഖാണല്ലോ. റബ്ബി എന്ന് പറഞ്ഞാൽ തർബിയത്താണ്. അത് എന്ത് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളതായിരിക്കുന്ന പരിപൂർണമായി ധരിക്കുന്ന കമാലിയത്തിന് അവർക്ക് വിലായത്തിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറബ്ബിയായ ഷെയ്ഖിൻ്റെ ശുറൂത്തിൽപ്പെട്ടതാണ് അവരുടെ മുരീദന്മാർ എത്ര ലക്ഷക്കണക്കിനുണ്ടെങ്കിലും അവർക്ക് പ്രയാസമല്ല. അവരെ നിയന്ത്രിക്കാൻ കഴിയും. ഇവിടെ ഒരു മശ്രിക്കിൽ ഒരാളുണ്ട്, ഒരാൾ മഗ്രിബിലുണ്ടെങ്കിലും അവരെ ഇവിടുന്ന് ഉള്ള സ്ഥലത്ത് തന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട മഹാനായ ഗൗസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഒരു മുരീദ് സ്വപ്നത്തിൻ്റെ അകത്ത് കണ്ടു. കിനാവത്ത് മുരീദിനെ കണ്ടു. അയാൾ സിനാ ചെയ്യുന്നതായിരിക്കുന്ന ഒരു അവസ്ഥക്ക് ലൗൽ മഹ്ഫൂൽ നോക്കിയപ്പോഴും ബഹുമാനപ്പെട്ടവർ ലൗൽ മഹ്ഫൂൽ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെയും പറയാൻ സാധിക്കുന്ന ആളാണല്ലോ. എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നവർ ഗൗസുൽ ആലമിൻ്റെ വലിയ ഖുസൂസിയത്താണ്. ഔലിയാക്കന്മാർ അതുപോലത്തെ ധാരാളം ഔലിയാക്കന്മാരുണ്ട്. അതിൽപ്പെട്ട വലിയതായിരിക്കുന്ന എല്ലാ ഔലിയാക്കന്മാരുടെ വലിയ നേതാവാണ് ബഹുമാനപ്പെട്ടവർ. അവർ പറഞ്ഞതാ എന്ത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഈ കാര്യം തൻ്റെ മുരീദ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ വിഷമമായി, പ്രയാസമായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അത് എനിക്കൊരു കുറവാണ്. എൻ്റെ ഒരു മുരീദ് പിന്നെ എൻ്റെ മുരീദുകൾ നല്ലവർ അല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്നോ ചുന്നോവർ. ഇതിമാല് നിങ്ങൾ കേട്ടില്ല. എൻ്റെ മുരീദുകൾ നല്ലവർ അല്ലെങ്കിൽ അവർ പോട്ടെ, അവരെ നന്നാക്കി എടുക്കേണ്ടതായിരിക്കുന്ന എല്ലാ കപ്പാസിറ്റി എനിക്കുണ്ട്, എല്ലാ കഴിവും എന്നിലുണ്ട്, അള്ളാഹു തന്നിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ നിൻ്റെ കലാക തന്നെ പൊളിക്കാൻ എനിക്ക് സാധ്യമല്ല. അത് പൊളിക്കാൻ കഴിയുന്ന ഒരു ഏർപ്പാടുമല്ല. നിൻ്റെ കലായിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നീ ആ ചെയ്യുന്ന കാര്യം അതിനെ നീ നടത്തിക്കോ. പക്ഷേ അത് ഇശാറത്തിൽ വേണ്ട, അത് സ്വപ്നത്തിലായിക്കോട്ടെ.
കിനാവത്തിലാട്ട് അപ്പോൾ തെറ്റും കുറ്റമില്ലാത്തവരായില്ലേ. ഉണർച്ചയിലുണ്ടാകാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കീനാവാക്കി കാട്ടിക്കളഞ്ഞവർ എന്നാണല്ലോ കൗസലാദമിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഉണർച്ചയിലുണ്ടാകാൻ പോകുന്ന ദോഷത്തെ അത് കിനാവിലാക്കിയിട്ട് പഠിച്ചവനെ അത് കിനാവാക്കി തീർക്കതിനാൽ അങ്ങനെ കിനാവിൽ ഈ മുരീദിനിക്ക് ജിനാവ് ഒരു പെണ്ണുമായിട്ട് ജിനാ ചെയ്യുന്ന സ്വപ്നം കണ്ടു. അത് കാരണം കൊണ്ട് അവർക്ക് ആ മുരീദിനിക്ക് തെറ്റില്ല, കുറ്റമില്ല. ഇത് അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കന്മാരുടെ തദ്ബീറാണ്. ഇതാണ് മുറബ്ബിയായ മശായിഖന്മാർ എന്ന് പറയും. ബഹുമാനപ്പെട്ട മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അറിയാമോ? ബഹുമാനപ്പെട്ടവർ സയ്യിദു സ്വായിബത്ത് സൂഫിയ, സൂഫിയാക്കളായ ഔലിയാക്കന്മാരുടെ വലിയ നേതൃത്വമാണ്, നേതാവാണ്. ബഹുമാനപ്പെട്ടവർ ഹിജറൻ്റെ 297 വഫാത്തായത്. സുബ്ഹാനല്ലാഹ്. ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് കേട്ട്, ശൈഖ് തങ്ങളെ യസിനിൽ ആരിഫു, ഒരു അള്ളാഹുവിൻ്റെ വലിയൊരു ആരിഫ് സിനാ ചെയ്യുമോ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഒരു ഇടതലയിട്ടു, തല താഴെക്കിട്ടിട്ട് കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, തല പൊന്തിച്ചിട്ട് പറഞ്ഞു, വക്കാന ഖലാഉല്ലാഹി ഖദറൻ മഖ്ദൂറാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലാ അത് ഖദറാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വരിയിനിക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സിനാ ചെയ്യണമെന്നുള്ളതായിരിക്കുന്ന ഒരു ഖദറുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു. അപ്പോൾ ഔലിയാക്കൾ എന്ന് പറയുന്നത് അവർ മഹ്സൂമികളാണ്. അങ്ങനെ വന്നുപോയെങ്കിൽ തന്നെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നു, അവരെ സലാമത്താക്കുന്നു. കുറ്റത്തിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരെ പോലത്തെ അവസ്ഥയല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവർ വലിയതായിരിക്കുന്ന ഹിഫ്ളിൻ്റെ ഹരികാറാണ്. അതുകൊണ്ട് അവരെ അള്ളാഹു കാത്തു സൂക്ഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ളതായിരിക്കുന്ന വഫാത്തിൻ്റെ ശേഷവും അള്ളാഹു അവർക്ക് ഹിഫ്ൾ നൽകുന്നു. അവരുടെ ജഡം, അവർക്കുള്ള ശരീരം അത് മണ്ണ് തിന്നു പോകുന്ന ഒരവസ്ഥയില്ല. അത് വലിയൊരു സംഗതിയാണ് സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, നിശ്ചയമായിട്ടും അമ്പിയാക്കന്മാരുടെ മേൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് അവർക്കുള്ള ജഡങ്ങൾ മണ്ണ് തിന്നു പോവുക എന്നുള്ള പ്രശ്നമേ ഇല്ല, എത്ര കാലം കഴിഞ്ഞാലും. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഖബറിൻ്റെ അരികിലെ കൂടി ബൈത്തുൽ മുഖദ്ദസ്ക്ക് പോവുകയാണ്. ആ സമയത്തിൻ്റെ അതിന് മുമ്പ് കിട്ടുന്ന ബൈത്തുൽ മുഖദ്ദസ് എത്തുന്നതിന് മുന്നേ കിട്ടുന്നുണ്ട്. ഇത് ഇപ്പോൾ പോയ ആൾക്കാർ ഇപ്പോൾ ധാരാളം ഇപ്പോൾ യാത്ര ചെയ്യാനും സിയാറത്തിനെല്ലാം പോകാൻ സാധിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എല്ലാം പോയിട്ട് കാണാനെല്ലാം കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി അലൈഹി സ്വലാം ഖബറിൻ്റെ അകത്ത് നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. അതേ മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിസ്കരിക്കുന്ന കണ്ട മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ഇമാമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരുടെ ജഡങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂടി. അത് ഖബറിൽ നിന്നിട്ട് അവർ എണിച്ചു വന്നെന്ന അർത്ഥത്തിലല്ല, അവർക്കുള്ള അർവാഹകളാണ്. അവർക്കുള്ള തടിൻ്റെ രൂപത്തിൻ്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടെ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെല്ലാവർക്കും അമ്പിയാക്കന്മാർക്ക് ഇമാമത്തായിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ നിസ്കരിച്ചു വന്നു. സഹീഹുൽ ബുഖാരിയിലും മറ്റുള്ള എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അവർക്കുള്ളതായിരിക്കുന്ന ജഡങ്ങൾ ഒരിക്കലും മണ്ണ് തിന്നു പോവുകയില്ല. സാധ്യമേ, അത് നശിക്കാൻ തന്നെ സാധ്യമല്ല. അത് വലിയ അത്ഭുത കഥയാണ്. ഇവിടെ മണ്ണ് നമ്മളെപ്പോലത്തെ ഓർഡിനറി മനുഷ്യന്മാർ മണ്ണ് തിന്നാത്ത ഏതാളാണ്? സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെങ്ങനെയും വഫാത്തിനും അവരെ ഇസ്മത്ത് അള്ളാഹുവിൻ്റെ കാവലും അവർക്കുണ്ട്. അവരെ മണ്ണ് തിന്നാത്ത പോലത്തെ ഒരവസ്ഥയ്ക്ക് അള്ളാഹു ആക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ, സഹോദരന്മാരെ, ഇത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. അത് ഈ പോലെ തന്നെ അവരെ പാദത്തോട് പിന്തുടർന്ന അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കന്മാർ അക്ഷരം പ്രതി അവർക്കുള്ളതായിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ അകത്തും അവരെ കാമിലായ ഇത്യബാവുള്ള ഔലിയാക്കന്മാർ അവരെ ജഡവും മണ്ണ് തിന്നു പോവുകയില്ല. എന്നിനേറെ പറയുന്നു, മഹാനായതായിരിക്കുന്ന സാബിത്തുൽ ബനാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാമോ, സാബിത്തുൽ ബനാൻ റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട വലിയതായിരിക്കുന്ന ഒരു മഹാനാണ്. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബനാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും നിസ്കരിക്കുന്ന സമയത്തിൻ്റെ അകത്ത് പ്രത്യേക ഒരു ദുആ ഉണ്ട് അയാൾക്ക് ഖാസായിട്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഹദൻ അഹ്തൈത സ്വലാത്തി ഫീ ഖബരിഹി ഫഅതീനി സ്വലാത്ത ഫീ ഖബരി. യാ അല്ലാഹ്, നിൻ്റെ അടിമകളിൽ നിന്നിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് നീ ഖബറിൽ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുന്നെങ്കിൽ അത് എനിക്ക് തരണം, ഞാൻ റെഡിയുണ്ട്. ഒരു ദിവസത്തിൻ്റെ അകത്ത് നൂറുകണക്കിലുള്ളതായിരിക്കുന്ന ആയിരക്കണക്കിലുള്ളതായിരിക്കുന്ന റക്അത്തുകൾ നിസ്കരിക്കാൻ എല്ലാ ദിവസത്തിനും തൗഫീഖുള്ള വലിയ മഹാനാണ്.
അതുകൊണ്ട് തന്നെ കാന അവിടെ അദ്ദേഹത്തിൻ്റെ താരിഖിൽ പറയുന്നു, കാന ഹുബ്ബിബൈലി സ്വലാ, അദ്ദേഹത്തിന് നിസ്കാരം വലിയ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പഠിച്ചവനെ നീ ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കുന്നെങ്കിൽ മരിച്ച ദിവസം നിസ്കരിക്കുന്ന ഒരു അനുവാദം കൊടുക്കുന്നെങ്കിൽ അത് എനിക്ക് തരണം, ഞാൻ എനിക്ക് റെഡിയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. വഫാത്തായതിനു ശേഷം കബറടക്കപ്പെട്ടു. അയാൾക്കുള്ളതായിരിക്കുന്ന കബറെല്ലാം മടക്കി ജനങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്ന സമയത്തിന് കബറിൻ്റെ ഭാഗത്ത് വലിയതായിരിക്കുന്ന ഒച്ചം കേട്ടു, ശബ്ദം കേട്ടു. ആൾക്കാർ തിരിഞ്ഞു പോകുമ്പോൾ പൈതാ സാബിത്തും കായിമുൻ യുസല്ലി, സാബിത്തുൽ ബുനാർ റളിയല്ലാഹു അൻഹു കബറിൽ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുത കഥയാണ്. എല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഈ പോലത്തെ സംഭവങ്ങൾ ഇത് 1, 2, 3 അല്ല. ഇത് ഈ മണിക്കൂർ അരമണിക്കൂറിൽ എടുക്കുന്ന സമയത്തിൻ്റെ അകത്ത് ഈ ആരോഗ്യമില്ലാത്തതോടുകൂടി എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. ധാരാളം സംസാരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശുഹദാക്കൾ, അല്ലാഹു സുബ്ഹാനഹു പിന്നെ അമ്പിയാക്കൾ, ശുഹദാക്കൾ, ഉലമാക്കൾ, ഇവരെല്ലാം അല്ലാഹു പ്രത്യേകമായി ധരിക്കുന്ന നിയന്ത്രണം കൊണ്ട് ഹയാത്തും മരിച്ചതിന് ശേഷം അവർ നിയന്ത്രിക്കണം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹ് യൂനുസ് നബി അലൈഹിസ്സലാം, നിങ്ങൾക്കറിയാമല്ലോ, ദിന്നൂൻ എന്ന് പറയുന്നു, മീനുടയാൾ. സൂനത്ത് യൂനുസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സൂറത്ത് തന്നെ ഉണ്ട് ഖുർആനിൽ. ബഹുമാനപ്പെട്ടവരുടെ ഒരു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൗമിലേക്ക് അദ്ദേഹത്തെ അയച്ചു. അവർ ദഅവത്ത് ചെയ്തു, ഇസ്ലാമിക്ക് ക്ഷണിച്ച് നോക്കുമ്പോൾ ജനങ്ങളൊന്നും കുറച്ചാളൊക്കെ ആൾക്കാർ വിശ്വസിക്കാണ്ടിരുന്നപ്പോൾ മൂപ്പർക്ക് തളർന്ന് ബേജാറായി നാട് വിട്ടിട്ട് ഇറങ്ങിയിട്ട് ബേജാറിൽ പോയിട്ട് ഒരു പിന്നെ നീണ്ട സംഭവമാണ്. അതുകൂടെ പറഞ്ഞാൽ ഈ 10 മിനിറ്റ് സമയത്തിൽ തീരാല. ചുരുക്കി പറയാണ്, അവിടെ ഒരു കപ്പലിൽ കയറി നാട് വിട്ട് പോയല്ലേ. കപ്പലിൽ കയറിയപ്പോൾ കപ്പലെല്ലാം അവിടെ ആടാൻ തുടങ്ങി. മോശൻ്റെ കാരണം കൊണ്ടിട്ട് ആ കപ്പൽ വീഴാൻ അടുത്തായി. അപ്പോൾ ഇതിൽ ആരും അള്ളാൻ്റെ പൊരുത്തമില്ലാത്ത ഒരാളുണ്ടെന്ന് അവരെല്ലാം തീരുമാനിച്ചിട്ട് അതാരെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആരും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവസാനം നറുക്കെടുത്തു. അങ്ങനെ യൂസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ നറുക്ക് വന്നു. ആ നറുക്ക് വന്നപ്പോൾ മൂപ്പർ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അവർ പോയി കപ്പൽക്കാർ. സുബ്ഹാനല്ലാഹ്, ഫൽതഖമഉൽ ഹൂതു, മീനയാൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചു മെതുങ്ങി. അല്ല പറഞ്ഞു, ലൗലാ കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ഫൽതഖമഉൽ ഹൂത്, മീനയാളെ പിടിച്ചു മെതുങ്ങി. അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ അയാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, അവിടെയാണ് സംഗതിയുള്ളത്. പറഞ്ഞിട്ടില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, മീനിൻ്റെ പള്ളയിൽ തന്നെ മൂപ്പർ ബാക്കി ഉണ്ടാവട്ടെയായിരുന്നു ഇത്രത്തോളം. ഇലാ യൗമി യുബഅസൂന, അദ്ദേഹത്തിന് പടപ്പുകളെല്ലാം ബഅസ് ചെയ്യുന്ന ഇസ്രാഫിൻ്റെ 2ാമത്തെ ഊത്തുവരെ മീനിൻ്റെ പള്ളയിലെ ഉണ്ടാവട്ടെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ദഹിപ്പിക്കുന്ന കപ്പാസിറ്റി അതിൻ്റെ പള്ളക്കില്ലാന്ന്, മീനിക്ക് കഴിവില്ല. ഖുർആൻ പറഞ്ഞ് നല്ലോണം മനസ്സിലാക്കണം. അയാൾ മീനിൻ്റെ പള്ളയിലെ ഇരിക്കട്ടേന്ന്. ലൗലാക്കാന മിനൽ മുസബ്ബിഹീന ലലബിസ ഫീ ബത്നിഹി, മീനിൻ്റെ പള്ളയിൽ പിന്നെ താമസിക്കട്ടിയായിരുന്നു എന്ന് പടച്ചോൻ പറയുന്നു. കാരണം അത് മീനിക്ക് അങ്ങനത്തെ കൈവല്ല കൊടുത്തിട്ടില്ല, മണ്ണിലേക്ക് ഓരോ തടിനെ നശിപ്പിക്കുന്ന കൈ കൊടുത്തിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഔലിയാക്കന്മാരുടെ കഥ. എന്തിനേറെ പറയുന്നു, ബഹുമാനപ്പെട്ട ഉഹുദ് ശുഹദാക്കളെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധമാണല്ലോ ഉഹുദ് യുദ്ധം. അതിൻ്റെ അകത്ത് വലിയ സംഭവമാണ്. അതെല്ലാം ഈ ചെറിയ സമയത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിഷയമാണ്. ആ യുഹുദ് യുദ്ധത്തിൻ്റെ അകത്ത് 70ഓളം ആൾക്കാർ ഷഹീദായി. ആ യുഹുദിൻ്റെ അകത്ത് ആ 70 ആളെയും അതേ സ്ഥലത്ത് തന്നെ അവർ അടക്കപ്പെട്ടു. അവിടെ ഈ സ്വഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായി. എല്ലാം ബക്കീലേക്ക് കൊണ്ടുപോകാം, അവിടെ അടക്കുന്ന അടക്കുന്ന ഞമ്മല്ല മക്ബറ അതല്ലേ, ഇവിടെ അടക്കുന്നത് വേണ്ടാന്ന് പറഞ്ഞ് റസൂലുള്ള പറഞ്ഞ് ഇവിടെ ആര് മരിച്ചിട്ടുണ്ടോ അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ അതേ സ്ഥലത്ത് തന്നെ അവർ അടക്കപ്പെടണം എന്ന് റസൂലുള്ള കൽപ്പിച്ചപ്പോൾ പിന്നെ എല്ലാവരും ജനാസയും ഒരേ സ്ഥലത്ത് അടക്കിയെങ്കിലോ ഒരാൾ 2 3 ആളെ ഓരോരോ കബറിൽ അടക്കി. 70 കബർ വെച്ചവർക്ക് തന്നെ കൊയ്ക്കാൻ യുദ്ധം ചെയ്ത ആൾക്കാർക്ക് പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഇത്ര മുറികളുണ്ട്, ഇത്ര ഗായങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതോടുകൂടി കൂടിയിട്ട് അത്യാവശ്യം കബറുകളെല്ലാം കുഴിച്ച് 1 2 ആൾ 3 ആൾ, ചില കബർ വരെ ആൾ, ചില ആൾ 2 3. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു സയ്യിദു ശുഹദാണ്. ഓരോ കബറിൽ ഓരോട് കൂടി വേറെ ഒരാൾ. അതേപോലത്തെ അംർ ഇബ്നു ജമൂർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു,
ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഓരോരോ ഖബറിൽ 2-3 ആൾക്കാരെല്ലാം ഇട്ട് ഖബറടക്കി ഈ യുദ്ധത്തിൻ്റെ ഈ തിരക്കിൻ്റെ കാരണം കൊണ്ടിട്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലം വന്നപ്പോൾ 40 കൊല്ലത്തിൻ്റെ ശേഷം ഖിലാഫത്തിൻ്റെ കാലത്തിൻ്റെ അകത്ത് മുആവിയ റളിയല്ലാഹു അവിടെ അമീറായിരിക്കും മദീനത്തിൻ്റെ അകത്ത്. അവിടുത്തെ മദീനത്തിൽ ഉഹദിൻ്റെ പിന്നെ വരുന്ന വെള്ളം, മലച്ചരലിൻ്റെ വെള്ളം, അത് മുഴുവനും ഈ ഖബറിൻ്റെ മേലെ വന്നിട്ട് ഖബറുകളെല്ലാം കുരഞ്ഞു പോകാൻ തുടങ്ങി. ആ സമയത്ത് മുആവിയ റളിയല്ലാഹു പറഞ്ഞു, പ്രത്യേകമായ ഒരു അറിയിപ്പ് എല്ലാവർക്കും, ഓ ജനങ്ങളെ, ഇതാ ഞാൻ അവിടെ ശുഹദാക്കന്മാരെ ഖബറിലേക്ക് വെള്ളം പോകുന്നതിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ ആൾക്കാരുടെ ഖബറുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് മാറ്റി കിടത്തിക്കോട്ടെ എന്നാണ്. 40 കൊല്ലത്തിൻ്റെ ശേഷമാണ് പറയും. മനസ്സിലാക്കണം. 40 കൊല്ലം കഴിഞ്ഞിട്ട് പറയുന്നത് അവരൊക്കെ അദ്ദേഹത്തെ ധൈര്യം നോക്കണം. അവിടെ ഉണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് വേറെ ജേക്ക് മാറ്റിയിട്ട് കിടത്തണം. അങ്ങനെ സഹോദരന്മാർ അവിടുന്ന് ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കഥ തുടങ്ങിയ ഒരു അരമണിക്കൂറിലേറെ പറയേണ്ടി വരും. മുമ്പിലിയതായിരിക്കുന്ന പ്രധാനപ്പെട്ട സ്വഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഓർഡറാക്കിയപ്പോൾ അവരുടെ ബാപ്പ അബ്ദുള്ള എന്നവർ പറഞ്ഞു, മകനെ, ഇതാ ഞാൻ യുദ്ധത്തിൽ പോയാണ്, നാളെ ഞാൻ മരിക്കും. മൂപ്പർക്ക് മുൻകൂട്ടി തന്നെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല വകയിൽ. അങ്ങനെ മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് അറിയിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ലാ തദ്രി നഫ്സുൻ ബി അയ്യി അർളി തമൂത്ത്, എവിടെ മരിക്കും എന്നിട്ട് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആനിലുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന ആൾക്കാർക്ക്, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഇതുപോലെയുള്ള ശ്രോതാക്കന്മാർക്കൊക്കെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അറിയിച്ചു കൊടുത്തപ്പോൾ മോനോട് പറഞ്ഞ്, മോനെ, നീ എന്ത് വേണമറിയോ, എനിക്ക് 9 പെൺകുട്ടികളുണ്ട്, അതിൻ്റെ നിൻ്റെ നേതൃത്വം ഒരേ ആൺകുട്ടിയാണ് പറയും, അതുകൊണ്ട് നീ ഇതിനെ നിയന്ത്രിച്ചോളണം എന്ന് പറഞ്ഞിട്ട് വസിയത്താക്കി. ഞാനായിരിക്കും അവ്വലു ഷഹീദൻ ഫി ഉഹദ്, ഉഹദിൽ വെച്ചിട്ട് ആദ്യം ഷഹീദാകുന്ന ആൾ ഞാനായിരിക്കും മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരന്മാരെ അന്ന് യുദ്ധത്തിൻ്റെ തിരക്കിൽ അബ്ദുള്ള എന്ന് ജാബിർ എന്നവർ പറയുന്നു, എൻ്റെ ബാപ്പ അബ്ദുള്ള എന്നവരെ ഞാൻ ബാപ്പൻ്റെ സഹോദരൻ്റെ ഒപ്പം ആ ഖബറിൻ്റെ ഇടയ്ക്ക് അടക്കി. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഓർഡർ വന്നപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഖബർ ഞാൻ കുഴിച്ചിട്ട് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു സുഗന്ധമാണ്. അങ്ങനെ അവരവരുടെ സംബന്ധത്തിൻ്റെ ആൾക്കാരെ ഖബറുകളെല്ലാം അവർ ഉഹദിൻ്റെ അടുത്ത് കുഴിച്ചിട്ട് മയ്യത്തിന് വേറെ സ്ഥലത്ത് മാറ്റി കിടത്തി. ആ തോട് പോകുന്ന ജാഗ ഇളക്കിയിട്ട് ബാക്കി ജാഗയിൽ കിടത്തി അവിടെ ഉഹദിനുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ജാബിർ എന്നവർ പറയുന്നു, എൻ്റെ ബാപ്പാൻ്റെ സഹോദരൻ്റെ കാലിലൊരു മുറിയുണ്ടായിരുന്നു. ആ മുറിൻ്റെ സ്ഥലത്തേക്ക് എന്താക്കിയിരുന്നു, കയ്യിൽ മുറിയുണ്ടായിരുന്നു. ആ കയ്യിൻ്റെ ആ മുറിയുള്ള സ്ഥലത്ത് ചോര വലിച്ചുകൊണ്ടായിരുന്നു അന്ന് കഫൻ ചെയ്തിട്ട് ആളെ അടക്കുമ്പോൾ. അങ്ങനെ ആ മുറിക്ക് ഞാൻ കൈ വെച്ച് കൊടുത്തിരുന്നു മൂപ്പർ പറയുന്നു. ഞാൻ കബറടക്കിയത് അപ്പോൾ കൈയിൻ്റെ ജാഗ ആ ഗായമുള്ള ജാഗയ്ക്ക് അപ്പോൾ ചോര ബന്ധായി. ഞാൻ ആ കബറിൽ നിന്നിട്ട് ആളെ പുറപ്പെടുവിച്ചപ്പോൾ ആ കയ്യിൽ ഞാൻ പൊതിച്ചപ്പോൾ ആ ചോര അതേപോലെ തന്നെ പൊട്ടിയരിച്ചു എന്നവർ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരനെയും ബാപ്പാനെയും വേറെ വേറെ സ്ഥലത്ത് കിടത്തി. അങ്ങനെ അനവധി സ്വഹാബത്തും കിടത്തിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം അത് അന്നത്തെ മദീനം തന്നെ സുഗന്ധമായിട്ട് മണം കൊണ്ടിട്ട് എല്ലാവർക്കും കസ്തൂരിനേക്കാളും സുഗന്ധമായ വാസനയായിരുന്നു. ഈ പോലത്തെ അവസ്ഥകൾ ധാരാളമുണ്ട്. ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിളു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ശറഹുസ്സുദൂർ ഫി അഹ്വാലിൽ മൗത്താ വൽ ഖുബൂർ എന്ന കിതാബിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അലി സുമൂദി റളിയല്ലാഹു അൻഹു തൻ്റെ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്നുള്ള കിതാബിനും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് സംഗതികളുണ്ട്. എന്നിനേറെ പറയുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കുതുബീങ്ങളിൽപ്പെട്ട ഔലിയാക്കൽപ്പെട്ട വലിയ വലിയാണ്. ഇവിടെ മൗലിദ് വഹിക്കുന്നില്ല നോക്കണ്ട, ഉറൂസാക്കുന്നില്ല നോക്കണ്ട. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഖബറിനെ കുഴിച്ചിട്ട് എടുത്തിട്ട് ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അന്നത്തേതായിരിക്കുന്ന വസീറായ ഖവ്വാമുദ്ദീൻ നിലാമുൽ മുൽക്ക് എന്ന് പറയുന്ന രാജാവ്, ബഗ്ദാദിൻ്റെ രാജാവാണ്. അയാൾ വസീറാണ് നേരത്തെ, പിന്നെ അയാൾ ആ രാജസ്ഥാൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം ഹിജ്റൻ്റെ 5-ാം നൂറ്റാണ്ടിൻ്റെ സംഭവമാണ് ഈ പറയുന്നത്. ഷാഫി ഇമാം ഹിജ്റൻ്റെ 208 വഫാത്തായത്.
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസിനെ അവിടുന്ന് എടുത്തിട്ട് മിസ്റിൽ നിന്ന് എടുത്തിട്ട് ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തീർമാനം. ആ തീർമാനിച്ചപ്പോഴാണ് സഹോദരന്മാരെ ഒരു സംഘം അവിടുന്ന് വന്നിട്ട് ബഗ്ദാദിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പം ജാഗകൾ ഇല്ലാതിരിക്കുക അല്ല, ബഗ്ദാദും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം അവിടെ 4 കൊല്ലം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു താമസിച്ച് അവിടെ അദ്ദേഹം പറഞ്ഞ മസായിലുകൾക്ക് കൗലും കദീമായ കൗലി എന്ന് പറയുന്നു. അവിടെ ധാരാളം ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാർ ഷാഫി ഇമാമിനുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമും ബഗ്ദാദുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരണം. ഒരു വലിയ ഔലിയാക്കന്മാരോട് വലിയ സ്നേഹവും മഹബത്തുള്ള വലിയ ആളാണ് ഈ ഖവ്വാമുദ്ദീൻ നിലാമുൽ മുൽക്ക് എന്ന് പറയുന്ന ആൾ. മൂപ്പര് ബഗ്ദാദിൻ്റെ അകത്ത് ഒരു മദ്രസ കെട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഖുറാസാനിൽ നൈസാബൂർ എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ഒരു മദ്രസ കെട്ടണം. അതിൻ്റെ പേര് തന്നെ മദ്രസത്തു നിലാമിയാണ്. ഈ നിലാമുൽ മുൽക്ക് എന്ന് പറയുന്ന രാജാവ് കെട്ടിച്ചത് കൊണ്ടാണ് ആ മദ്രസയിലേക്ക് ആ പേര് വെക്കാൻ കാരണം. വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ദർസ് നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നൈസാബൂറിൽ ദർസ് ഇത് കിട്ടിയത്. അതേപോലെ തന്നെയാണ് ബഗ്ദാദിൻ്റെ അകത്ത് ഗസാലി ഇമാമിലേക്ക് ദർസ് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന മദ്രസാണ് ഈ നിലാമുൽ മുൽക്ക്. അങ്ങനെയുള്ളതായിരിക്കുന്ന വലിയ മഹാനാണ്. വലിയ ഔലിയാക്കന്മാരോട് വലിയ മഹബത്തും സ്നേഹമുള്ള ആളാണ്. മൂപ്പർക്കൊരു തോന്നിച്ച ഷാഫി ഇമാമിനെ എങ്ങോട്ട് കൊണ്ടുവന്നാലാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ ആ ഖബറ് പിന്നെ കളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ അവിടെ ആക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒറ്റൊരു കല്ല് ഖബറിൻ്റെ പൊളിച്ചപ്പോൾ അവിടെ സുബ്ഹാനല്ലാഹ് ലമ്മാ ഫുതിഹ റവായിഹു അത്തലത്തിൽ ഇഹ്സാസഹും അവിടെ പറയുന്നു. ആ ഖബറിനെ പൊളിച്ചപ്പോൾ എന്തായി? അത് പൊളിച്ചിട്ടില്ല. അതിന് ഖബർ ഒരു കല്ലെടുത്തിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ മണം കൊണ്ടൊരു സുഗന്ധം കൊണ്ട് എല്ലാ ആൾക്കാർക്കും ബോധക്ഷമായിതാണ്. ആർക്കും ബോധമില്ലാത്ത പോലെ ആയി. ആ കല്ലിനെ എടുത്ത കല്ലിനെ അവിടേക്ക് തന്നെ മടക്കിയിട്ട് ആ മണ്ണിനെ അവിടേക്ക് കൂട്ടിയിട്ട് അവർ പോയി. ഈ പോലത്തെ സംഭവങ്ങൾ നൂറുകണക്കിനുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഈ സംഭവത്തിൻ്റെ ശേഷമാണ് പിന്നെ ഇവിടെ ഈ കുബ്ബ കെട്ടിയത്. ഇവിടെ ഷാഫി ഇമാമിൻ്റെ കുബ്ബ എന്ന് പറയുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇമാം ഷാഫി ഇമാമിൻ്റെ കുബ്ബ എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനത്തെ കുബ്ബയില്ല ചങ്ങായിമാർ. അത് അവരുടെ മക്കാമിനോട് മുനാസിബാണെന്ന് യോജിച്ചതായിരിക്കുന്ന ഒരു കുബ്ബയായിട്ടുള്ളതാണ്. അത് ഞാൻ നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നിങ്ങളും പോയിട്ട് കാണും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെയുള്ള മറ്റുള്ള ഔലിയാക്കന്മാരെയും സിയാറത്ത് ചെയ്യാനും ഓരോ പൊരുത്തം ബർക്കത്ത് സമ്പാദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നൂറുകണക്കിലുള്ള സംഭവങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇനി പറഞ്ഞാൽ അധിക പ്രസംഗമായി പോകുന്ന പേടിച്ച് നമ്മളെ വന്ന ഉസ്താദിനിക്ക് പ്രയാസമുണ്ട്. അയാൾക്ക് എല്ലാ സമയവും അയാൾക്ക് വിട്ടുകൊടുക്കുന്നു. നല്ലവണ്ണം സംസാരിച്ചോട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. ഔലിയാക്കന്മാർ എപ്പോഴും അവർ ഹയാത്തുള്ളവരാണ് എന്ന് നമ്മളെ ബോധം വേണം. ഒരു മക്കാമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഹയാത്ത് പോലത്തെ അല്ല, അത് പ്രത്യേകമായ ഒരു ഹയാത്താണ്. ബർസഖിയ ജീവിതത്തിൻ്റെ ഹയാത്ത് എന്ന് പറയുന്നത് എല്ലാ മയ്യത്തും മുസ്ലിമും കാഫിറിൻ്റെ എല്ലാ ആര് മരിച്ചെങ്കിലും റൂഹുകൾ മരിക്കുന്നില്ല. റൂഹുകൾ ഹയാത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഖബറിലേക്ക് മക്കാമിലേക്ക് പോകുമ്പോൾ അവിടെ അവർക്ക് സലാം പറയുന്നു. യഖുർബു സായിറുഹു കഖുർബിഹി ഹയ്യ. ഒരു സിയാറത്തിന് പോകുന്ന ആൾ ഹയാത്ത് കാലത്ത് എങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെയാണോ അവനെ അയാളെ അടുത്ത് സമീപിക്കുന്നത് അതുപോലെ പോകണം. അതേപോലെ തന്നെ മക്കാമിൻ്റെ പിന്നെ അദ്ദേഹത്തിന് കിബിലാൻ്റെ ഭാഗത്ത് പോയിട്ട് മുഖത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് സലാം പറയണം. ഖബറളിക്ക് ഔലിയാക്കന്മാർക്ക് പ്രത്യേകിച്ചിട്ടും ഈ സാധാരണ നേരിടുമ്പോൾ സലാം പറയുന്നു. അതുപോലെ മുഖത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അസ്സലാം അലൈക്കും എന്ന് പറയണം. ഇത് പുറത്തെ ഭാഗത്ത് നിന്നിട്ട് സലാം പറഞ്ഞെങ്കിൽ അത് അത്ര മുനാസിബാന്നല്ല. എന്തുകൊണ്ട് നേരെ എതിരെതിരെ പോയിട്ട് നിന്നിട്ട് സലാം പറയല്ലേ അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് സുന്നത്ത്. അത് സുന്നത്തായ രൂപമാണ്. അതാണ് മദീനത്ത് പോയെങ്കിലും റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് മുന്നിട്ടിട്ട് അവിടെ എന്താക്കുന്നത് സലാം പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തിലേക്ക് മുന്നിട്ട് സലാം പറയും. കിബിലാക്ക് മുന്നിട്ട് ദ്വാരക്കും ഓതുന്നതും ദ്വാരക്കുന്നല്ല കിബിലാക്ക് മുന്നിട്ടായിരിക്കണം. സലാം പറയുന്നത് മുഖത്തിൻ്റെ മുമ്പാകത്തായിരിക്കണം. അത് മുമ്പ് ഇവിടെ അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യം റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അത് ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ സിയാറത്ത് ചെയ്യാൻ സൗകര്യമാക്കിയിട്ട് ആണുങ്ങൾക്ക് മുഖത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൽ ആരെല്ലാം അത് കെട്ടാൻ വേണ്ടിയിട്ട് കൂറായവരുണ്ട് അവർക്കെല്ലാം ഖൈറും ബറക്കത്തും അല്ലാഹു ചെയ്യട്ടെ. നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിനീയറുണ്ട് ഇതിനൊക്കെ പ്ലാനാക്കിയ ആൾ, അയാൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മളെല്ലാവർക്കും ഇവിടെ ഒരു വേണ്ടപ്പെട്ട ഒരു എഞ്ചിനീയറാണ് അയാൾ.
അയാളെ ഉദ്യോഗത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിനെപ്പോലെ കിട്ടിച്ച മേസ്തിരി നമ്മുടെ ഒരു പിരിച്ചപ്പെട്ട ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ദാറുൽ ഇർഷാദിൻ്റെ അകത്തും കുറേ പണികൾ ചെയ്തിട്ടുണ്ട്. അയാളുടെ ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടെ ഈ കൂട്ടം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എനിക്ക് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണം. ആഫിയത്ത് വളരെ കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണം. നിങ്ങൾക്കും ഞാൻ ദ്വാരക്കാം. പിന്നെ ഇതിനെപ്പോഴെങ്കിലും വന്നെങ്കിൽ സമയം കിട്ടിയെങ്കിൽ ആഫിയത്ത് കിട്ടിയാൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മൾക്ക് ആവതാക്കി തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.